നെടുങ്കണ്ട ഫെസ്റ്റിൽ വിനോദോപാധികൾ മാത്രമല്ല വിജ്ഞാനം പകരുന്ന വിവിധ സെമിനാറുകളും സംഘാടകർ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. കാർഷിക, സാംസ്കാരിക, തൊഴിൽ മേഖലകളിലെല്ലാം പരാമർശിക്കുന്ന തരത്തിലുള്ള സെമിനാറുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടക സമിതി ഭാരവാഹിയായ അനിൽ കട്ടൂപ്പാറ പറഞ്ഞു. നമ്മുടെ നെടുങ്കണ്ട ഫെസ്റ്റ് വിജയകരമായി 5ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. കല, അതുപോലെ തന്നെ നമ്മുടെ വിനോദോപാധികൾ അല്ലാതെ നമ്മുടെ സാമൂഹികമായ കാര്യങ്ങളിലൂടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഫെസ്റ്റ് ഇടപെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 5 സെമിനാറുകളാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. കർഷകരുടെയും അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാമ്പാടമ്പ റിസർച്ച് സെന്ററിലെ ഡോക്ടർമാർ പങ്കെടുത്ത ഒരു സെമിനാർ ഇന്നലെ നടന്നിരുന്നു. അത് വിജയകരമായി ആളുകൾക്ക് ഒരുപാട് പ്രയോജനപ്രദമായ കാര്യമായിരുന്നു. ഇനി നാളെ ഇന്ന് നടക്കുന്നത് കരിയർ ഗൈഡൻസ് സെമിനാറാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉപരിപഠനത്തിനൊക്കെയായി പോകുന്ന കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു സെമിനാറാണ്. ആ സെമിനാറിൽ ഇന്നല്ല നാളെയാണ്. നാളത്തെ സെമിനാറിൽ മുഴുവൻ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് പോകുന്നു. പഠനം പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ 13ാം തീയതി വനിതാ സെമിനാർ, സ്ത്രീകളും സാമ്പത്തിക ഉന്നമനവും സാമൂഹികമായ ഉന്നമനം ആണ് അതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ ആളുകൾ, ഒരു വനിതാ സംരംഭകർക്ക് ലോണ് കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വ്യവസായ ഓഫീസർ അടക്കമുള്ള ആളുകൾ ആ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അതും സ്ത്രീകളായിട്ടുള്ള പുതിയ സംരംഭകരായിട്ടുള്ള സ്ത്രീകൾ അതിനകത്ത് പങ്കെടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ 14ാം തീയതി ലഹരി വിരുദ്ധ സെമിനാറാണ്. അത് നമുക്കറിയാം, വളർന്നു വരുന്ന തലമുറ ലഹരിക്ക് അടിമയാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മാതാപിതാക്കളും അതുപോലെ തന്നെ കുട്ടികളും ഈ സെമിനാറിൽ കൃത്യമായും പങ്കെടുക്കണം. അതുപോലെ തന്നെ 15ാം തീയതി അവസാനത്തെ ഒരു സെമിനാർ നെടുങ്കണ്ടത്തിന്റെ ടൂറിസ്റ്റ് സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നതിനാണ്. നമ്മുടെ നിരവധിയായ തൂരരുവി, രാമക്കൽമേട് അടക്കം ഉള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് പത്നിമെട്ട് അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തുടർ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറാണ്. ഈ സെമിനാറുകളിലെല്ലാം എല്ലാ മേഖലയിലുമുള്ള ആളുകൾ പങ്കെടുക്കണമെന്ന് വിനയപരിസരം അവതരിപ്പിക്കുകയാണ്.